ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കക്കുരു വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു പലഹാരമാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചക്കക്കുരു ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 25 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. നമുക്ക് സ്നാക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ചക്കക്കുരുവിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചക്കക്കുരു മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 2 വിസിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഇവിടെ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ നന്നായിട്ടൊന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ചക്കക്കുരു ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ ഒന്ന് മാറ്റാം. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഡ്രൈ ആകുമ്പോഴാണ് ഈ തൊലി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി വരുന്നത്. ഇപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ എല്ലാം മുകൾ ഭാഗത്തെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മളിതിവിടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം വേണ്ടുന്നത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു സവാള നല്ല പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഈ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകല്, വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഈ ഒരു പരുവത്തിന് വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വേണം നമ്മൾ എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി തീ കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നന്നായിട്ട് ക്രിസ്പി ആയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ചക്കക്കുരു വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.